ഹായ് ഫ്രണ്ട്സ്, മിന്നൂസ് ഗാർഡനിലെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പ്ലാന്റ്സ് സെയിലിന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത്. DTDC കൊറിയറായിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. പിന്നെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന ആന്തൂറിയമാണ്. നല്ല റെഡ് കളറ് ഫ്ലവറാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ഷൂട്ടാണ്, ഇങ്ങനെയുള്ള ഒരു ഷൂട്ടാണ് 100 രൂപക്ക് കൊടുക്കുന്നത്. ഫ്ലവറൊക്കെ ഉണ്ടായി തുടങ്ങിയ പ്ലാന്റാണ് കേട്ടോ. മിക്കവാറുള്ള പ്ലാന്റിലും ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഒരു ഷൂട്ടാണ് കേട്ടോ 100 രൂപക്ക് കൊടുക്കുന്നത്. അടുത്തത് അഡീനിയം പ്ലാന്റാണ്. അഡീനിയത്തിൻ്റെ 2 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ ഒരു കളറും പിന്നെ ഈ ഒരു പിങ്ക് കളറുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് മുളപ്പിച്ച തൈകളാണ് കേട്ടോ കൊടുക്കാനുള്ളത്. ഇതാണ് സെയിലിനുള്ള തൈകൾ. 100 രൂപയാണ് ഈ ഒരു തൈന് വരുന്നത്. ഇത് നല്ല അത്യാവശ്യം മെച്ചേർഡായിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ അതിൻ്റെ കമ്പ് നീണ്ട് പോയപ്പോൾ പ്രൂൺ ചെയ്തിട്ട് ഇങ്ങനെ പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. ഇത് ഇനി നല്ല വലിപ്പമുള്ളൊരു പോട്ടിലേക്ക് വെക്കുകയാണെങ്കിൽ ഫ്ലവർ ഉണ്ടാവാൻ തുടങ്ങുന്ന പ്ലാന്റാണ്. അടുത്തത് ഈ ഒരു മദർ ഓഫ് 1000 എന്നറിയപ്പെടുന്നതാണ്. 20 രൂപയായിട്ടാണ് ഒരു തൈ കൊടുക്കുന്നത്. ഈ ഒരു അലോക്കേഷ്യയുടെ ആകെ 2 തൈകൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുള്ള ലീഫാണ്. ഈ ഒരു സൈസിലുള്ള ഇത്രയുള്ള പ്ലാന്റ്സാണ് 70 രൂപക്ക് കൊടുക്കുന്നത്. ആകെ 2 തൈയേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളത് ഒരു റെഡ് കളറ് ഫയർ ക്രാക്കറിൻ്റെ തൈകളാണ്. 20 രൂപക്ക് നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ കൊടുക്കുന്നത്. 100 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതൊക്കെ വളരെ കുറച്ച് പ്ലാന്റ്സാണ് കേട്ടോ സ്റ്റോക്ക് ഉള്ളത്. ഇതും ഒരു കലാത്തിയാണ്. ഇതിന് 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് ഇത് സാൻസവേരിയ 30 രൂപയാണ്. ഇതും ഒരു അലോക്കേഷ്യയിൽ പെട്ടൊരു പ്ലാന്റാണ്. 60 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ 60 രൂപക്ക്. ഇതിൻ്റെ ലീഫ് നല്ല വൈറ്റ് കളറായിട്ട് വരും ഇതിൻ്റെ ലൈൻസ്. ഇത് ഫിലോഡൻഡ്രോൺ ആണ്. 25 രൂപയാണ്. റൂട്ടഡ് പ്ലാന്റാണ്. ഇതൊരു ബിഗോണിയ ആണ്. 20 രൂപയാണ്. ബ്രോക്കൺ ഹാർട്ട് പ്ലാന്റ് ആണ്. 25 രൂപയാണ് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് വരുന്നത്. അടുത്തത് ഒരു ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ തൈകളാണ്. 25 രൂപയായിട്ടാണ് ഇതുള്ളത്. ഇതൊരു അഗ്ലോണിമ തന്നെയാണ്. 20 രൂപയായിട്ടാണ്. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ്. പെപ്പറോമിയ വെരിഗേറ്റഡ് ആണ്. 20 രൂപയായിട്ടാണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു ടൈപ്പിലുള്ള അഗ്ലോണിമാണ്. ഇതിൻ്റെ കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ. 25 രൂപയാണ്. മിൽക്കി ബാമ്പു റൂട്ടഡ് പ്ലാന്റിന് 20 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ്. 20 രൂപയാണ് കേട്ടോ. ഇതും ഒരു അഗ്ലോണിമയാണ്. 15 രൂപ. ഇത് ബിഗോണിയ പ്ലാന്റാണ്. 15 രൂപയാണ്. അരേലിയ ഇത് 15 രൂപയാണ് റൂട്ടഡ് പ്ലാന്റിന് വരുന്നത്. പിന്നെ യൂഫോർബിയയുടെ കുറച്ച് കുഞ്ഞ് തൈകളുണ്ട്. റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ചെറുതാണ് കേട്ടോ. 15 രൂപയായിട്ടാണ്. ഈ ഒരു പ്ലാന്റിന് 25 രൂപയായിട്ടാണ് വരുന്നത്. ഇതൊക്കെ ആകെ 2 പീസൊക്കെ ഉള്ളൂ കേട്ടോ ഉണ്ടാവുക. ഇത് 15 രൂപയാണ്. കലാത്തിയുടെ വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റാണ്. ഇത് റിയോ പ്ലാന്റ് ആണ്. ഈ യെല്ലോ കളർ പോലെ വരുന്ന പ്ലാന്റാണ്. റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ 15 രൂപക്ക്. ഇതും ട്രൈ കളറായിട്ടുള്ള റിയോ പ്ലാന്റ് ആണ്. അടുത്തത് സാൻസവേരിയ. ഇത് 50 രൂപയായിട്ടാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇത് റൂട്ടഡ് പ്ലാന്റ്സ് 10 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അടുത്തത് ഈ ഒരു കലാത്തിയാണ്. 25 രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു തൈന് വരുന്നത്. ഈ ഒരു വിലക്കൊന്നും ഈ പ്ലാന്റ് എവിടെയും കിട്ടൂല. 25 രൂപക്കാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് കൊടുക്കുന്നത്. കുറച്ച് 10 മണിയുടെ കട്ടിങ്സ് ഉണ്ട്. 5 കളറാണ് കേട്ടുള്ളത്. 5 രൂപയാണ് കട്ടിങ്ങിന്.
ഇത് 15 രൂപയാണ് ഈ ഒരു പ്ലാന്റ്. ആരോ റൂട്ട് പ്ലാന്റിന് 25 രൂപയാണ്. റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഇതൊരു അഗ്ലോണിമ വെറൈറ്റി പെട്ട തന്നെ 25 രൂപയാണ്. അടുത്തത് ഈ ഒരു ലക്കി ബാമ്പു ആണ്. ഇത് ബോട്ടിലിൽ വെച്ചിട്ട് വേര് പിടിപ്പിച്ച തൈകളാക്കിയതാണ് കേട്ടോ. 15 രൂപയാണ്. ഇതിനിപ്പോൾ മണ്ണിൽ നട്ടു കൊടുക്കാനും പറ്റും.